ഹായ് എവ്രി വൺ. ഇംഗ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 3 ടോപ്പിക്കുകളാണ്. സർവീസൈസേഷൻ, ഗ്ലാസ് സീലിംഗ്, ഡബിൾ ബർഡൻ. ഈ ഒരു 3 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം, സർവീസൈസേഷൻ. Serviceization refers to the increasing importance of service sector in women's employment. അല്ലേ, നമുക്ക് കാണാം മെജോറിറ്റി വിമനും ഇന്ന് വർക്ക് ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ്. അല്ലെ, എംപ്ലോയ്മെൻറ്റിന് വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സർവീസ് സെക്ടറിനെയാണ്. അല്ലെ, ഈ ഒരു ടെൻഡൻസിയെ നമ്മൾ പറയുന്ന പേരാണ് സർവീസൈസേഷൻ. അല്ലെ, സർവീസൈസേഷൻ റെഫേഴ്സ് ടു ദ ഇൻക്രീസിങ് ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് സെക്ടർ ഇൻ വിമൻസ് എംപ്ലോയ്മെൻറ്റ്. അല്ലെ, അപ്പം വിമൻസ് എംപ്ലോയ്മെൻറ്റിന് സർവീസ് സെക്ടറിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. അല്ലേ, അപ്പം ഈ ഒരു റോളിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിമൻ ആർ ഇൻക്രീസിംഗ്ലി എംപ്ലോയിഡ് ഇൻ ഏരിയ സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ സർവീസസ് ആൻഡ് ഡൊമസ്റ്റിക് വർക്ക്. അല്ലെ, നമുക്ക് കാണാം ഈ ഒരു സർവീസ് സെക്ടർ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഫീൽഡാണ് സർവീസ് സെക്ടറിൽ വരുന്നത്? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ സർവീസ് ആൻഡ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റി. അല്ലേ, അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സോഷ്യൽ സെക്ടറിലാണ് മെജോറിറ്റി വിമനും എന്ത് ചെയ്യുന്നത്, കണ്ടംപററി കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്നത്. അല്ലേ, അപ്പം ഈ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സർവീസൈസേഷൻ. ഓക്കെ, ദ സർവീസ് സെക്ടർ ഇൻക്ലൂഡ് ബോത്ത് ഹൈലി സ്കിൽഡ് ജോബ് ആൻഡ് ലോ പെയ്ഡ് അൺസ്കിൽഡ് വർക്ക്. അല്ലെ, നമുക്ക് കാണാം സർവീസ് സെക്ടർ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ വളരെ സ്കില്ല് ആവശ്യമുള്ള ജോബുണ്ട്, അതുപോലെ തന്നെ സ്കില്ല് ആവശ്യമില്ലാത്ത ജോബുകളുണ്ട്. അല്ലേ, അപ്പം നോക്കുന്നെങ്കിൽ അപ്പോൾ ഇങ്ങനെ സ്കില്ല് ആവശ്യമില്ലാത്ത ജോബുകൾക്ക് പലപ്പോഴും പേയ്മെൻറ്റ് എന്തായിരിക്കും, ലോ പെയ്ഡ് ആയിരിക്കും, പേയ്മെൻറ്റ് കുറവായിരിക്കും. അല്ലേ, എന്നാൽ നോക്കുന്നെങ്കിൽ ദ ടെക്സ്റ്റ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ ഡൊമസ്റ്റിക് വർക്ക് സച്ച് ആസ് ക്ലീനിങ്, വാഷിംഗ്, കുക്കിംഗ്, child care and elderly care has become one of the largest sector employing women in urban area. അപ്പം urban ഏരിയയിൽ മെജോറിറ്റി വിമനും വർക്ക് ചെയ്യുന്നത് സർവീസ് സെക്ടർ ആയിട്ടുള്ള ക്ലീനിങ്, കുക്കിംഗ്, വാഷിംഗ്, ചൈൽഡ് കെയർ ആൻഡ് എൽഡർലി കെയർ, ഈ ഫീൽഡിലൊക്കെയാണ് മെജോറിറ്റി വിമനും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വിമൻ കോൺസെൻട്രേഷൻ ഇൻ സർവീസ് വർക്ക് ഈസ് ഓഫൺ ലിങ്ക്ഡ് ടു ദ ട്രഡീഷണൽ ജെൻഡർ റോൾ because society consider caregiving and domestic responsibilities as naturally belong to women. അല്ലേ, അപ്പം എന്തുകൊണ്ടാണ് ഈ ലോ പെയ്ഡ് ആയിട്ടുള്ള സർവീസ് സെക്ടറിൽ വിമന് വരാനുള്ള കാരണം? ബിക്കോസ് പറയുന്നു വരുന്നത് ഈ ഒരു ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ സർവീസ് സെക്ടർ ജോബുകളെല്ലാം തന്നെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്? വിമൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എന്ത്, ഈ ഒരു സർവീസ് സെക്ടറിനെ കാണുന്നത്. അല്ലേ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ ജെൻഡർ റോൾ. അല്ലേ, അപ്പോൾ നമുക്കറിയാം സൊസൈറ്റി മെയിലിനും ഫീമെയിലും ഓരോ ജെൻഡറിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ, അവർക്ക് ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൽ ഇന്ന പ്രൊഫഷനൊക്കെയാണ്, ഫീമെയിൽ ഇത്തരത്തിൽ വരുന്ന ജോബുകളൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ല, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, റോള് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ റോൾ ഡിവൈഡ് ചെയ്ത സമയത്ത് വിമൻ ആണ് ഈ ഒരു സർവീസ് സെക്ടറിൽ കുക്കിങ്ങും വാഷിങ്ങും പിന്നെ ചൈൽഡ് കെയർ ഒക്കെ ലഭിച്ചിട്ടുള്ളത്. അല്ലേ, ഓൾദോ ദ സർവീസ് സെക്ടർ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ, മെനി ഓഫ് ദീസ് ജോബ്സ് ആർ പുവർലി പെയ്ഡ്, ഇൻസെക്യൂർ ആൻഡ് ലാക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ. അല്ലേ, അപ്പം ഈ ഒരു സർവീസ് സെക്ടർ ജോബിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു വളരെ ലെസ് പെയ്ഡ് ആണ്, പുവർലി പെയ്ഡ് ആണ്. അല്ലേ, പല സർവീസ് ജോബുകൾക്കും പേയ്മെൻറ്റേ വരുന്നില്ല. അല്ലെ, അതുപോലെ തന്നെ ഇൻസെക്യൂർ ആണ് അവർക്ക്, അല്ലെങ്കിൽ എത്ര കാലത്തോളം അവർ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് ഇവരുടെ ഒരു സർവീസ് സെക്ടറിൽ ജോബ് ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ, ഡിഫിക്കൽട്ടീസ്, അതൊക്കെയാണ്. വിമൻ കണ്ടിന്യൂ ടു ബാലൻസ് ദ പെയ്ഡ് സോഷ്യൽ വർക്ക് ആൻഡ് അൺപെയ്ഡ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം. അല്ലെ, മറ്റൊരു വിമനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ഫീൽഡിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, അറ്റ് എ ടൈം അവർക്ക് വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസും എടുക്കണം, അതോടൊപ്പം തന്നെ പെയ്ഡ് സർവീസ്, അല്ലെ, വർക്ക് പ്ലേസിൽ വരുന്ന ബർഡനും അവർ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ടോപ്പിക്കാണ്, സെക്കൻഡ് ടോപ്പിക്കാണ് ഗ്ലാസ് സീലിംഗ്. ഗ്ലാസ് സീലിംഗ് റെഫേഴ്സ് ടു ദ ഇൻവിസിബിൾ ബാരിയേഴ്സ്. അപ്പം ശ്രദ്ധിക്കുക, ഇൻവിസിബിൾ ആയിട്ടുള്ള ബാരിയേഴ്സിനെയാണ്, ഓബ്സ്റ്റക്കിൾസിനെയാണ് നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ട് വിമൻ ഫേസ് ചെയ്യുന്ന ബാരിയേഴ്സിനെയാണ്, ഡിഫിക്കൽട്ടീസിനെയാണ്, ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് പ്രിവെൻറ്റ് വിമൻ ഫ്രം റൈസിങ് ടു ഹയർ പൊസിഷൻ ഇൻ
വർക്ക് പ്ലേസസ് ആൻഡ് ഓർഗനൈസേഷനിൽ. അപ്പം അവർ വർക്ക് പ്ലേസിലും അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ അവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, മറ്റു ഹോസ്പിറ്റൽസ് ആവട്ടെ, എവിടെയാണെങ്കിലും അവർ ഹയർ പൊസിഷനിലേക്ക് വളരാൻ അവരെ അനുവദിക്കാത്ത, പെർമിറ്റ് ചെയ്യാത്ത, അവരെ പ്രിവെൻറ്റ് ചെയ്യുന്ന ബാരിയേഴ്സിനെയാണ്, തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കാണ് മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലും ഹയർ പൊസിഷനിൽ ഇരിക്കുന്നത് മെൻ ആയിരിക്കും അല്ലേ. ആ ഒരു ഹയർ പൊസിഷനിലേക്ക് പലപ്പോഴും വിമൻ എത്തിപ്പെടാൻ സാധിക്കാറില്ല. ഇങ്ങനെ ആ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ എത്താതിരിക്കാനായിട്ട് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്, ബാരിയേഴ്സ് ഉണ്ട്. ആ തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. Even when women are educated and qualified, they often face discrimination in promotion and leadership opportunities. അല്ലെ, നമ്മൾ കാണാം മെന്നെ പോലെ തന്നെ വിമനും എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആണ്. പക്ഷേ അവർ ഹയർ പൊസിഷനിലേക്ക് എത്തുന്നതിന്, അതുപോലെ തന്നെ അവർ പ്രൊമോഷൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. മെൻ അത്രത്തോളം ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകൾക്ക് പലപ്പോഴും അവർ അർഹിക്കുന്ന പ്രൊമോഷനോ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസോ ലഭിക്കാറില്ല. ദ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ദ പെട്രിയാർക്കി ആൻഡ് സോഷ്യലൈസേഷൻ encourage women to choose the traditional occupation and remain lower position within the organization. അപ്പം നമ്മൾ കാണാം, നമ്മുടെ പെട്രിയാർക്കൽ സിസ്റ്റമാണ് നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്യുന്നത്, മെയിൽ ഡോമിനേറ്റഡ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിമൻ ട്രഡീഷണൽ ജോബുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള സർവീസ് സെക്ടറിലെ ജോബുകൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ആ ഒരു ലോവർ പൊസിഷനിലാണ് പലപ്പോഴും വിമന് ലഭിക്കുന്നത് അല്ലേ. അത് പെട്രിയാർക്കി എന്ന ഒരു സിസ്റ്റത്തിൻ്റെ കാരണത്താലാണ് ഇവർ ഈ ഒരു സിറ്റുവേഷന് വരുന്നത്. എംപ്ലോയേഴ്സ് ജനറലി പ്രിഫർ ടു ദി ഹയർ വിമൻ ഫോർ എ ലോവർ ലെവൽ ജോബ്സ് വിത്ത് ലെസ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലേ. അപ്പം നമുക്ക് കാണാം, അതുപോലെ തന്നെ ഈ എംപ്ലോയേഴ്സ് ജോബ് ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഒക്കെ തന്നെ വിമനെ ഹയർ ചെയ്യുന്നത് ലോവർ പൊസിഷനുകളിലേക്കായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ലെസ് അതോറിറ്റി, ലെസ് പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലേക്കായിരിക്കും അവർ അലോട്ട് ചെയ്യുന്നത് അല്ല. ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനുകളിലേക്കൊന്നും തന്നെ വിമൻ എന്ത് ചെയ്യാറില്ല, കോമൺ ആയിട്ട് സാധാരണയായിട്ട് അപ്പോയിൻറ്റ് എംപ്ലോയീസ് ചെയ്യാറില്ല. വിമൺ ആർ ഓഫൺ പെയ്ഡ് ലോവർ വേജ് ആൻഡ് ഗിവൻ ഫ്യൂവർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷൻ ആൻഡ് അപ്വേർഡ് മൊബിലിറ്റി. അതുപോലെ തന്നെ പലപ്പോഴും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ലോവർ വേജ് ആണ്. അതുപോലെ തന്നെ അവർക്ക് വളരെ ചുരുക്കം ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ലഭിക്കാറുള്ളൂ അല്ലേ. Thus, the glass ceiling create a hidden restriction that stop women from reaching top managerial leadership position, even though they may have the ability and qualification required for those roles. അല്ലെ, അപ്പം ക്വാളിഫിക്കേഷൻ ഉണ്ട്, എബിലിറ്റി ഉണ്ട്, സ്കിൽ ഉണ്ടെങ്കിലും മാനേജീരിയൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പോസ്റ്റിലേക്കോ ലീഡർഷിപ്പ് പൊസിഷനിലേക്കോ സാധാരണ ആര് വരാറില്ല, വിമന് വരാറില്ല അല്ല. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് പെട്രിയാർക്കൽ സിസ്റ്റമാണ്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലെ സിസ്റ്റമാണ് ഈ പറയുന്ന ഗ്ലാസ് സീലിംഗ് എന്ന ഈ ഒരു ഇൻവിസിബിൾ ബാരിയേഴ്സിന് കാരണമായിട്ട് മാറുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഡബിൾ ബേർഡൻ. ഡബിൾ ബേർഡൻ ഓൾസോ നോൺ ആസ് ഡബിൾ ഷിഫ്റ്റ് അല്ലേ. ഇപ്പം ഡബിൾ ബേർഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അറ്റ് എ ടൈം വിമനെ സംബന്ധിച്ചിടത്തോളം അവർ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ജോബും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു രണ്ട് ബേർഡൻ അല്ലെ, ഔട്ട്സൈഡിൽ അവർ പെയ്ഡ് ജോബും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ വീട്ടിൽ വന്നതിന് ശേഷം അൺപെയ്ഡ് ജോബും വർക്കും അവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. നോക്കാം എന്താണെന്ന് നോക്കാം. ഡബിൾ ബേർഡൻ ഓൾസോ നോൺ ആസ് ഡബിൾ ഷിഫ്റ്റ് refers to the situation where the women are expected to manage both paid employment and unpaid domestic responsibilities. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, വിമനെ സംബന്ധിച്ചിടത്തോളം അറ്റ് എ ടൈം ദേ ഹാവ് ടു പെർഫോം ടു ഡ്യൂട്ടീസ്. ഒന്ന് പെയ്ഡ് എംപ്ലോയ്മെൻറ്റ്, അവരുടെ ജോബ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അൺപെയ്ഡ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ്, അതുപോലെ തന്നെ വാഷിങ്, ചൈൽഡ് റിയറിങ്, പിന്നെ ഇത്തരത്തിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസും അവർക്ക് ചെയ്യണതായിട്ട് വരും അല്ലേ. ഈവൻ ആഫ്റ്റർ എൻറ്ററിങ് ദ ലേബർ മാർക്കറ്റ്, വിമൻ കണ്ടിന്യൂ ടു റിമെയിൻ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഹൗസ് വർക്ക്, ചൈൽഡ് കെയർ ആൻഡ് ഫാമിലി കെയർ. As a result, women work longer hours than men because they must fulfill duties both at the workplace and at home അല്ലേ. അപ്പം നമുക്ക് കാണാം, വിമൻ ഒരുപാട് ലോങ് അവേഴ്സ് ആൻഡ് അവേഴ്സ് ഡെയിലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ വർക്ക് പ്ലേസിലെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വീട്ടിലെ ഡ്യൂട്ടീസും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദിസ് ക്രിയേറ്റ് ഫിസിക്കൽ എക്സോഷൻ ആൻഡ് ഇമോഷണൽ സ്ട്രെസ് ആൻഡ് ലാക്ക് ഓഫ് പേഴ്സണൽ ടൈം അല്ലെ. നമുക്ക് കാണാൻ സാധിക്കും, ഇതുകൊണ്ട് വരുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ആവുന്നുണ്ട് അവർ. അതുപോലെ തന്നെ സ്ട്രെസ്, ഇമോഷണൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുമാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ടൈം അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. മറ്റൊന്ന് നോക്കൂ, the burden becomes even more difficult for the working women who do not receive support from family and society in sharing household responsibilities അല്ലേ. നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ബേർഡൻ ആയിട്ട് മാറുന്നത് ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഇല്ലാതെ വരുന്ന സമയത്താണ്. അപ്പം പിന്നെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ, ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി വിത്ത് ഫീമെയിലുമായിട്ട് അല്ലെങ്കിൽ മെയിലുമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ബേർഡൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ദി കോൺസെപ്റ്റ് ഓഫ് ഡബിൾ ബേർഡൻ ഹൈലൈറ്റ് ദി unequal gender role within the society where the women's domestic labor continue to be taken for granted even when they contribute to economically through the paid work. അപ്പം നമുക്ക് കാണാൻ സാധിക്കും പെയ്ഡ് എംപ്ലോയ്മെൻറ്റിന് മെന്ന് പോകുന്ന സമയത്ത് അവരൊരിക്കലും എന്ത് ചെയ്യാറില്ല, ഡൊമസ്റ്റിക് വർക്കിനെ കുറിച്ച് അവർ ആലോചിക്കാറില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വിമൻ എക്കണോമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾ ജോബ് ചെയ്യുന്ന കാശ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരിക്കലും തന്നെ ആ ഒരു ഡൊമസ്റ്റിക് വർക്കിൽ നിന്നും അവരെ ഒഴിവാക്കുന്നില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും രൂപത്തിലൊരു ഷെയറിങ് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.